ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഇപ്പം നമ്മുടെ പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പണി തുടങ്ങിയത് കൊണ്ടേ തൊഴിലുറപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അടുക്കളയത്തെ പണികളൊക്കെ രാവിലെ തന്നെ ഒരു വിധമൊക്കെ ഒരുങ്ങും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞത്തേക്കുള്ള ചോറും കാര്യങ്ങളൊന്നും ഇപ്പം അധികം ഇപ്പം നമ്മൾ രാവിലെ തന്നെയാണ് കേട്ടോ വെക്കാറ്. പിന്നെ മഴയാവുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ 2 നേരം വെക്കുക. അപ്പം ഇന്ന് രാവിലെ എന്തായാലും എല്ലാ പണി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂർക്ക 2-3 ദിവസമായിട്ട് കൊണ്ടുവന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനായിട്ടും പിന്നെ ചിക്കൻ പാർട്സൊക്കെ ആയിട്ട് നമുക്ക് 2 ദിവസം ഭയങ്കര എന്താ പറയുക കുശാലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ടാ വെച്ചാലും കേട് വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ കൂർക്ക. അപ്പോൾ അമ്മ 2 ദിവസമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ കൂർക്കയൊക്കെ നന്നാക്കി വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നാളെ രാവിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണമെങ്കിൽ നല്ല പാടാണ്. കുഞ്ഞാറ്റ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവള് വാശിയൊക്കെ പിടിക്കുമ്പോഴത്തേന് നമുക്കിത് നന്നാക്കി എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ വരാനായിരിക്കുന്നു കേട്ടോ. ഏട്ടൻ പണി മാറ്റി വരാനായപ്പോൾ ഞാനിതെന്ന് പറയാം അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴാണ് അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ കനാലിൻ്റെ മുകളിലേക്ക് ഓടിപ്പോവാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവൾക്ക് ഇതാ ടോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാശേട്ടൻ കൂടി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൽ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ 12 കൂർക്കയൊക്കെ നന്നാക്കൽ കഴിഞ്ഞു. അമ്മ പണി മാറ്റി വന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇതാ വിറക് വെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വിറക് വെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവട്ടോ. അതിൻ്റെ പിന്നാലെ അവൾ ഇതാ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. ഫോണിനും കുറേ വാശി പിടിച്ചു. അമ്മേനെ എടുക്കുക അതുപോലെ അങ്ങോട്ട് തിരിക്കുക, അമ്മമ്മയുടെ തിരിക്കുക. അമ്മമ്മേനെ എടുക്ക്. ഫോണില് വീഡിയോ കാണുന്നുണ്ടോ, അമ്മമ്മേനെ കാണുന്നുണ്ടോക്കെ ഫോണില്. അമ്മനെ കണ്ടോ? അമ്മമ്മേനെ കാണുന്നുണ്ടോ? അപ്പോഴോ അമ്മേനെ കാണുന്നുണ്ടോ? എടുക്ക് എടുക്ക്, ഉയർത്തി പിടിക്ക്. അതാ അന്നെ എടുക്കണ അമ്മമ്മേനെ എടുക്കണ അമ്മമാരായിട്ട് കാണുന്നുണ്ടോ അമ്മമ്മേനെ? ഫോണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഹായ് ഹായ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഫോണിന് കുറേ നേരമായി വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവളുടെ കൈ കൊടുത്തതാട്ടോ. അപ്പോൾ ആ അങ്കംവട്ടലാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതാ ഞാൻ മുറ്റടിച്ചു വാരിയാണ് കേട്ടോ. മുറ്റൊക്കെ അടിച്ചു പകുതി വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴത്ത് ഞാൻ ആദ്യം വാരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അടിച്ചു വാരി കളഞ്ഞു. ഈ കാറ്റ് കാരണം നല്ല ചപ്പാട്ടോ. നമ്മൾ രാവിലെ നേരം അടിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇവിടെ അധികം ഈ ചപ്പ് പറയാനൊന്നും വരാനൊന്നുമില്ല കേട്ടോ. ഈ അടയ്ക്കാപ്പഴ മരത്തിൻ്റെ ഇലകൾ മറ്റു തന്നെ ഉള്ളൂ. പക്ഷേ ഈ കാറ്റ് കാരണം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ഇലകൾ വന്ന് തൂവിയിട്ടൊക്കെ നിറച്ച് കാട് പോലെയാണ് കേട്ടോ. ഇപ്പം ഉമ്മറത്തെ കാടൊക്കെ ഒന്ന് വെട്ടി തെളിച്ചിട്ടുള്ളൂ കേട്ടോ അമ്മ. ഇനിയിപ്പോൾ എന്തായാലും ഇനി പണിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ ഇനി എന്തായാലും ബാക്കിയുള്ള കാടൊന്നും വെട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ റെസ്റ്റിലിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇനി വയ്യ, പണി മാറ്റി വന്നിട്ട് ഇനി അമ്മയ്ക്ക് ഒന്നിനും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും അങ്ങനെ വിറകൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൊണ്ടുവയ്ക്കണം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം കാറ്റൊക്കെ അടിച്ചപ്പോൾ നമ്മുടെ തെങ്ങിൽ തന്നെ 2 ഓല വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വെക്കുകയാണ് അമ്മ. ഇപ്പോൾ അത് കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പറഞ്ഞത് ഇതാ കുഞ്ഞാറ്റ മുമ്പിക്ക് അത് ഓടുന്നു കേട്ടോ. വായ പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കട്ടെ. പിന്നെ എന്നും ഉള്ള പതിവാണ് കേട്ടോ അച്ഛൻ വരുമ്പോഴത്തേന് ഈ മേലേക്ക് കയറി വരുന്നത്, കനാലിൻ്റെ മുകളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇനി പതിവ് തെറ്റിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഒന്നും ഏട്ടനെ കണ്ടേയില്ല കേട്ടോ. അപ്പോൾ അത് തലങ്ങും വിലങ്ങും അങ്ങോട്ട് കനാലിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും കൂടെ നടക്കുക കേട്ടോ. ഏട്ടനൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിച്ചു. ഏട്ടൻ പിന്നെ പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പണിക്ക് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് ആളില്ലാതെ ഇരുന്നാലും ശരിയാവില്ല. അപ്പോൾ എന്തായാലും പെയിൻറ്റിങ് ഒക്കെ കഴിയാനായ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ പെട്ടെന്ന് പോയി. പിന്നെ അത് അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇതാ അമ്മ ചായ കുടിക്കാൻ കിട്ടുന്നു. പ്രത്യേകിച്ച് ചായക്ക് കടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ വരുമ്പോൾ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ മീനിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോൾ മീനില്ലാതെ കഞ്ഞി കുടിച്ച് ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ ചോറ് അങ്ങനെ ഉരുളി കൊടുത്താലും അവൾ കഴിക്കില്ല. കഞ്ഞി മീനോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പപ്പടം പൊട്ടിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾ കഴിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അവൾക്ക് നിർബന്ധമല്ലേ എന്നും പറഞ്ഞിട്ട് ഇതാ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അതാണ് ഞാൻ ഈ തൂക്കി പിടിച്ച് കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ ആദ്യം തൊലി കളയേണ്ട മീനായിരിക്കുമോ എന്ന് വിചാരിച്ചും കൊണ്ട് ഞാൻ ഒരു 2 കഷ്ണത്തിൻ്റെ തൊലി കളഞ്ഞു നോക്കുമ്പോൾ ഇറച്ചോട് കൂടി പോരുകയാണ്. പിന്നെ എന്താണെന്നറിയോ, അപ്പോൾ മീൻ വറുത്ത് കഴിയുമ്പോഴത്തേനും മീൻ കഴുകി കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ മീൻ തിന്നാനുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, പിന്നെ തൊലി കളയണ്ട, അങ്ങനെ തന്നെ നമുക്ക് എന്തായാലും പൊരിക്കാമെന്നും പറഞ്ഞിട്ട് ചാറ് വെക്കാനൊന്നും അല്ല കേട്ടോ. 1/2 കിലോ മീനെ മരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുട്ടിക്ക് എന്തായാലും നിർബന്ധമല്ലേ എന്ന് പറഞ്ഞിട്ട്
പിന്നെ ഇപ്പോൾ നമുക്ക് 2 ദിവസമായിട്ടപ്പോൾ ഓരോരോ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മീൻ കറിയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വേണ്ട, മീനൊക്കെ കൂട്ടിച്ചടച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാനതൊക്കെ നന്നാക്കി എടുക്കുക. ഇനിയിപ്പോൾ മുളകും മഞ്ഞളും അതേപോലെ തന്നെ കുരുമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൊരിക്കണം കേട്ടോ. ഇപ്പോൾ ഇന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചതയ്ക്കാൻ വേണ്ടി സമയമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് മേല് കുളിക്കണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൾ കഴിക്കാനാകുമ്പോഴത്തേനും അവളെ കുളിപ്പിക്കണം. കുളിപ്പിച്ചിട്ടൊക്കെ അവൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടൊക്കെ വേണം കേട്ടോ എനിക്ക് മേല് കുളിക്കാനൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഇനിയിപ്പോൾ മീൻ പൊരിച്ചെടുക്കണം. അതിനൊക്കെ എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് കുഞ്ഞു വീഡിയോസാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സഹായിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ ഓപ്ഷനാണ് ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മുളകും മഞ്ഞളൊക്കെ പുരട്ടി നമ്മൾ അതാ മസാലയൊക്കെ പുരട്ടി അങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് ഇടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ സീരിയൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മ സീരിയൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുഞ്ഞാറ്റ എവിടെയും നിൽക്കില്ല കേട്ടോ. കാരണം കാർട്ടൂൺ മാറ്റിയല്ലേ, കാർട്ടൂൺ 7 മണി വരെയാണ് ഇടുകയുള്ളൂ കേട്ടോ. രാവിലെ തൊട്ട് ഇടാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൾ വാശി പിടിക്കുമ്പോഴത്തേനും അവൾക്ക് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് അവളെ കുളിപ്പിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞ വീഡിയോ ആണ്. കൂട്ടുകാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ഞാനൊന്നുകൂടി പറയുകയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നറിയോ, ഇവള് കരയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പണി നടക്കില്ല കേട്ടോ. അപ്പോൾ അമ്മേനെ സമ്മതിക്കൂല. അവള് അമ്മയുടെ അടുത്തേക്ക് പോകും അല്ലെങ്കിൽ അമ്മമ്മ പിടിക്കും എന്നൊക്കെ പറഞ്ഞാലൊന്നും അവള് സമ്മതിക്കില്ല. നമ്മളോട് തന്നെ വന്ന് വാശി പിടിച്ച് നമ്മുടെ തലക്കയറാൻ നിൽക്കും കേട്ടോ. അപ്പോൾ അവൾ കച്ചറ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും അവൾക്ക് കഴിക്കാൻ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് എന്തായാലും മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു, അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു, ട്രൂണിയൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ അമ്മ നേരത്തെ കഴിച്ചു. അപ്പോൾ അവൾ ഉറങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ കഴിച്ചത്. അപ്പോൾ ടാറ്റാ ബൈ.